എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടേതായ ഒരു അനാലിസിസ് പ്രകാരമുള്ള KS പ്രിലിംസിന് വരാൻ സാധ്യതയുള്ള കട്ട് ഓഫും സേഫ് ആയിട്ടുള്ള ഒരു സ്കോർ എത്രയാണെന്നും കൂടിയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഈ പറയുന്ന കട്ട് ഓഫ് പ്രഡിക്ഷൻ അല്ലെങ്കിൽ സേഫ് സ്കോർ പ്രഡിക്ഷൻ എന്നൊക്കെ പറയുന്നത് വളരെ ട്രിക്കി ആയിട്ടുള്ള സംഭവമാണ്. തെറ്റാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടേതായ ഒരു അനാലിസിസ് പ്രകാരവും അതുപോലെ തന്നെ കോമേഴ്സ് സർവീസിന്റെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ കണ്ടക്ട് ചെയ്ത പോളിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ഒരു അനാലിസിസ് ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് സേഫ് സ്കോർ, രണ്ടാമത്തേത് കട്ട് ഓഫ്. സേഫ് സ്കോർ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രിലിംസ് ക്ലിയർ ചെയ്യും എന്ന നമ്മുടെ ഒരു വിലയിരുത്തലാണ്. ആ ഒരു ഡിസ്കഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ KS മെയിൻസ് പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം കോൺടാക്ട് നമ്പർ വഴി ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യം ഇവിടെ പ്രഡിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സേഫ് സ്കോർ ആണ്. സേഫ് സ്കോർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു, ആ ഒരു മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രിലിംസ് ക്ലിയർ ചെയ്യും എന്നാണ് നമ്മുടെ വിലയിരുത്തൽ. ഇത് കൂടുതൽ നമ്മുടെ ആ ഒരു പോളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അനാലിസിസ് ആണ്. KS പ്രിലിംസിന് സേഫ് സ്കോർ എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത് 90 and above ആണ്. സേഫ് സ്കോർ ആണ് ഉദ്ദേശിക്കുന്നത്, കട്ട് ഓഫ് അല്ല. കട്ട് ഓഫ് തീർച്ചയായിട്ടും ഇതിലും താഴെയായിരിക്കും. സേഫ് സ്കോർ എന്ന് ഉദ്ദേശിക്കുന്നത് 90 and above ആണ്. കാരണം 90 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രിലിംസ് ക്ലിയർ ചെയ്യും എന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. ഇനിയിപ്പം നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് കട്ട് ഓഫ് ആണ്. നമുക്കറിയാം, 2020 നടന്ന KS പ്രിലിംസിന് സ്ട്രീം 1 കട്ട് ഓഫ് എന്ന് പറയുന്നത് 77 മാർക്കായിരുന്നു. ഇത്തവണ അതിലും കൂടുതൽ കട്ട് ഓഫ് വരാനാണ് സാധ്യത. എത്ര വരെ കട്ട് ഓഫ് വരുമെന്നത് ആ ഒരു ഇൻടേക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 2020 എടുത്ത അതേ ഇൻടേക്കാണ് ഇത്തവണയും വരുന്നത് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ സാധിക്കത്തില്ല. ഇൻടേക്കിനെ ബേസ് ചെയ്തുകൊണ്ട് കട്ട് ഓഫ് കൂടുകയോ കുറയുകയും ചെയ്യാൻ സാധിക്കും. എങ്കിൽ പോലും നമ്മുടെ ഒരു അനാലിസിസ് പ്രകാരമുള്ള ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് 80 to 90 റേഞ്ച് ആണ്. 80 to 90 ആണ് നമ്മുടെ അനാലിസിസ് പ്രകാരമുള്ള ഒരു കട്ട് ഓഫ് റേഞ്ച്. എത്രയാണ് ഇൻടേക്ക് എന്നതനുസരിച്ച് ഈ ഒരു റേഞ്ചിൽ എവിടെ വേണമെങ്കിലും സ്കോർ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഒരു അനാലിസിസ് പ്രകാരം നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 80 മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഇൻ കേസ് കട്ട് ഓഫ് കൂടുതലാണ് വരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും, തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. 80 മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഇത് നമ്മുടേതായ ഒരു അനാലിസിസ് ആണ്. ഇതിൽ തെറ്റ് വരാനുള്ള സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അവകാശവാദവും നമ്മളിവിടെ ഉന്നയിക്കുന്നില്ല. ജസ്റ്റ് നമ്മുടേതായ ഒരു അനാലിസിസ് ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.